സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതൊന്നുമല്ല, കട്ടിൽ കിടക്കുന്നില്ല, ടോയ്ലറ്റ് പോകാൻ പറ്റില്ല. പലരും അവിടെ പേടിച്ച് പോകാത്തത് അവിടുത്തെ ടോയ്ലറ്റുകൾ വൃത്തിഹീനമായത്. കേരളത്തിലെ 14 ജനറൽ ആശുപത്രിയിൽ 3 സ്ഥലത്ത് മാത്രമേ 24 മണിക്കൂർ അടിയന്തര ചികിത്സയുള്ളൂ. വ്യത്യസ്ത അസുഖങ്ങളുള്ള ആൾക്കാരെ ഒരേ കട്ടിലിൽ കിടത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രാകൃതമായ കാര്യമാണ്. നാണക്കേട്. മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണാവകാശം കൊടുക്കും. സെക്രട്ടേറിയറ്റ് തീരുമാനിക്കേണ്ടതല്ല മെഡിക്കൽ കോളേജിൽ ഒരു എക്യുപ്മെന്റ് വാങ്ങണമെന്ന് വിചാരിച്ച്. ചികിത്സാ പിഴവുകൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. മുൻപുണ്ടായിരുന്ന ആരോഗ്യമന്ത്രിമാരെക്കാൾ ഇവർക്ക് പരിചയക്കുറവുണ്ട്. സാധാരണ പ്രൈവറ്റ് സെക്രട്ടറി കണ്ടു കഴിയുമ്പോൾ അവരെല്ലാം പഠിച്ചിട്ട് മന്ത്രി ഒന്ന് കണ്ടേക്കുന്നത്. തിരിച്ച് ഞങ്ങളുടെ പ്രൊഫസർമാരും ഒന്ന് പറയാറുണ്ട്, എല്ലാം സംസാരിച്ച് പറയും പ്രൈവറ്റ് സെക്രട്ടറി. മരണം സംഭവിക്കുന്നത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രശസ്ത പൊതുജനാരോഗ്യ വിദഗ്ധനും UN കൺസൾട്ടൻറ്റും UDF നിയോഗിച്ച ഹെൽത്ത് കമ്മീഷൻ്റെ ചെയർമാനുമായ ഡോക്ടർ ശ്രീ SS ലാലാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ SS ലാൽ. ഇപ്പോൾ 10 വർഷത്തെ ഭരണത്തിന് ശേഷം LDF മാറി UDF അധികാരത്തിൽ വന്നു. വളരെ പ്രഗത്ഭനായിട്ടുള്ള, വളരെ സീസൺഡ് പൊളിറ്റീഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന K മുരളീധരനാണ് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നത്. എന്ത് മാറ്റങ്ങളാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? UDF ചെയ്തതന്നെ ഒരു വലിയ കാര്യമാണ്. വളരെ സീനിയറായിട്ടുള്ള പൊളിറ്റീഷ്യനുമാണ്, പാർലമെൻറ്റ് രംഗത്തും സീനിയറാണ്. അപ്പോൾ അത്ര സീനിയർ ആൾ ആരോഗ്യവകുപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ആരോഗ്യവകുപ്പ് വളരെ പ്രധാനപ്പെട്ട എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാർ മാറുമ്പോഴത്തേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നാകെ മാറുകയില്ല. അപ്പോൾ അടിസ്ഥാനപരമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് ഇതിനാവശ്യത്തിന് പണം വേണം. ഇപ്പോൾ ബജറ്റിൽ 5% ഇതുവരെ ഉള്ളത്. ചിലപ്പോൾ അത് കൂട്ടിയാൽ മെച്ചപ്പെടും, തീർച്ചയായും മെച്ചപ്പെടും. അപ്പോൾ 5 എന്നുള്ളത് 6 7 ഒക്കെ ആക്കുന്നതിനെ പറ്റി ആലോചിക്കണം. പിന്നെ ഈ ബജറ്റിൻ്റെ 5% കിട്ടിയത് തന്നെ അതിൻ്റെ 20% ചിലവാക്കുന്നില്ല. ഒരുപാട് ലീക്ക് ഉണ്ടായിരുന്നു, അതൊഴിവാക്കണം. പിന്നെ കേന്ദ്ര സഹായം ഉൾപ്പെടെ ഒരുപാട് മാർഗങ്ങൾ കൂടുതൽ തേടേണ്ടി വരും. ഇപ്പോൾ ആരോഗ്യരംഗത്ത് ഇല്ലാത്ത പണമാണ്. അതിനിപ്പോൾ നമ്മുടെ ഔട്ട്സൈഡ് ദി ബോക്സ് ചിന്തിക്കേണ്ടി വരും. വലിയ ധനാഗമന മാർഗങ്ങൾ ആലോചിച്ച് പണം കൊണ്ടുവന്നാൽ മാത്രമേ ആരോഗ്യരംഗത്ത് നമുക്ക് ഇപ്പോഴത്തെ വലിയ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. സ്വകാര്യ പങ്കാളിത്തം തീർച്ചയായിട്ടും വേണം. അത് പ്രൊഡക്റ്റീവാണ്. നമ്മൾ ഒരുപാട് മേഖല, ഇപ്പോൾ ക്ഷയരോഗ രംഗത്ത് ഇന്ത്യയിലെ സ്വകാര്യ മേഖല ഇടപെട്ടതുകൊണ്ടും സഹായിച്ചുകൊണ്ട് ക്ഷയരോഗത്തെ ഒരുപാട് നിയന്ത്രിക്കാൻ പറ്റി. കാരണം 70% ജനങ്ങളും പോകുന്ന സ്വകാര്യ മേഖലയിലാണ്. പക്ഷേ സ്വകാര്യ മേഖല വഴി ഉണ്ടാകുന്ന അപകടങ്ങൾ, കൊള്ളലാഭം, ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് ഇടപെടേണ്ടി വരും. പക്ഷേ കേരളത്തിൽ തന്നെ 60% പ്രസവം നടക്കുന്നത് സ്വകാര്യ മേഖലയിലാണ്. ഇത് പൂട്ടിയ പ്രസവങ്ങൾ നിന്ന് പോകും. അപ്പോൾ സ്വകാര്യ മേഖല യാഥാർത്ഥ്യമാണ്. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വരാതെ നോക്കണം. കൃത്യമായ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, PPP മോഡലുകൾ വേണം. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വളരെ ദീർഘകാല പാരമ്പര്യമുള്ള ആതുര ശുശ്രൂഷ കേന്ദ്രമാണ്. അവിടെ ഇപ്പോഴും ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ആദ്യം തന്നെ പറഞ്ഞ ഒരു പ്രധാന കാര്യം, രോഗികളെ തറയിൽ കിടത്തില്ല, ഒരു കട്ടിലിൽ ഒരു രോഗിയെ കടത്താൻ നോക്കും. അങ്ങനെ പറയേണ്ടി വരുന്നത് തന്നെ ഒരു വലിയ ഗതികേടാണ്. കാരണം തലസ്ഥാന ഭരണ കേന്ദ്രത്തിൻ്റെ അടുത്തുള്ള ഏറ്റവും കേരളത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിൽ രോഗികൾ ഇപ്പോഴും തറയിൽ കിടക്കുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റം വരൂ. അത് വലിയൊരു ഗതികേടാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ ഒരുപാട് ലോകം മുന്നോട്ട് പോയി. വീടുകളിൽ പഴയ ടോയ്ലറ്റിൽ നിന്ന് മാറി യൂറോപ്യൻ ക്ലോസറ്റ് ആകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാം മാറി. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതൊന്നുമല്ല, കട്ടിൽ കിടക്കുന്നില്ല, ടോയ്ലറ്റ് പോകാൻ പറ്റില്ല. പലരും അവിടെ പേടിച്ച് പോകാത്തത് അവിടുത്തെ ടോയ്ലറ്റുകൾ വൃത്തിഹീനമായതുകൊണ്ടാണ്. തറയിൽ കിടക്കുകയാണ്. തറയിൽ കിടക്കുന്നവരുടെ ദേഹത്തേക്ക് ടോയ്ലറ്റും അല്ലെങ്കിൽ വഴിയെ പോകുന്ന അഴുക്കുമൊക്കെ വരികയാണ്. ഈ ഒരു പ്രശ്നമുണ്ട്. അത് പ്രാകൃതമാണ്, ഒരു ന്യായീകരണവും ഇല്ല. പക്ഷേ ഇതിന് റീസണുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോഴും താങ്കൾ പറഞ്ഞപ്പോഴും ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ജനങ്ങളെല്ലാം ധരിക്കുന്നത് എല്ലാം ചികിത്സയ്ക്കും മെഡിക്കൽ കോളേജിൽ എത്തണമെന്നാണ്. ഇപ്പോൾ റെഫറൽ സിസ്റ്റം വേണം. ഇപ്പോൾ ദിവസം 700 പേരേക്കാണ് കാർഡിയോളജിയിൽ നോക്കുന്നത്, 1-2 ഡോക്ടർമാർ. അതിൽ 10-200 പേരെ ഇവിടെ എത്തേണ്ടി വരില്ല. 500 പേരെ പെരിഫറി ചികിത്സിക്കേണ്ടതാണ്. അപ്പോൾ പെരിഫറി ശക്തിപ്പെടുത്തിക്കൊണ്ട് റെഫറൽ സിസ്റ്റം ശാസ്ത്രീയമാക്കുകയും റെഫേർഡ് കേസുകൾ മാത്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ മറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു പരിഹരിക്കപ്പെടും. അപ്പോൾ ഈ തറയിൽ കിടത്തുന്നൊരു പ്രശ്നവും മാറും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കോൺഗ്രസിൻ്റെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ വക്കം പുരുഷോത്തമനാണ് ഈ റഫറൽ സംവിധാനം കേരളത്തിൽ ആവിഷ്കരിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ കാലാന്തരത്തിൽ അത് ദുർബലമായി ആ ഒരു സംവിധാനം. ഇപ്പോൾ പെരിഫറൽ ആശുപത്രി ശക്തിപ്പെടുത്തത്തില്ല. താലൂക്ക് ആശുപത്രികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ജനറൽ ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ തന്നെ അങ്ങ് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടും. ഡോക്ടർമാർ റിസ്ക് എടുക്കുന്നതിൽ വലിയ മടി കാണിക്കുന്നു. 2 കാര്യമുണ്ട്. ഒന്ന്, ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച കേരളത്തിലൊരു പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് തൊട്ടടുത്തുള്ള ആ ജില്ലയിൽ തന്നെയുള്ള ജനറൽ ആശുപത്രിയിൽ ഒരുപാട് കേസുകൾ ഇവിടേക്ക് റെഫർ ചെയ്യുകയാണ്.
ഒരു കാരണമില്ലാതെയും ചിലപ്പോൾ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഡോക്ടർമാരെ കുറ്റം പറയാനും പറ്റില്ല. ചെറിയ ആശുപത്രിയിൽ ഡോക്ടർമാർ റെഫർ ചെയ്ത് വിടുന്ന പേടിച്ചാണ്, എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ആക്രമിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ജനറൽ ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുകയാണ്. അതെ. അപ്പോൾ കേരളത്തിലെ 14 ജനറൽ ആശുപത്രിയിൽ 3 സ്ഥലത്ത് മാത്രമേ 24 മണിക്കൂർ അടിയന്തര ചികിത്സയുള്ളൂ. 3 മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം ജനറൽ ആശുപത്രി പോലും ഇല്ല. അപ്പോൾ ചില കാര്യം ഇപ്പോൾ 1 മണിക്കകത്താണെങ്കിൽ ഇപ്പോൾ കാലൊടിഞ്ഞാലും ഇപ്പോൾ ചെറിയ അപ്പൻഡിസൈറ്റിസ് രോഗം വന്നിട്ട് അതിന് ഓപ്പറേഷൻ അപ്പൻസെക്ടമി ചെയ്യണമെങ്കിൽ ഇതൊക്കെ 1 മണിക്ക് മുമ്പേ പറ്റുള്ളൂ. അല്ല, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 24 hour കാഷ്വാലിറ്റി ഇല്ലേ? കാഷ്വാലിറ്റി ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ അടിയന്തര ചികിത്സ പലപ്പോഴും കിട്ടില്ല. അടിയന്തര ഓപ്പറേഷൻ വേണമെങ്കിൽ പറ്റില്ല. ഇപ്പോൾ കാർഡിയോളജിസ്റ്റുമാരുണ്ട്. പക്ഷേ ഇവർ ഒരു ആശുപത്രിയിൽ 24 മണിക്കൂറും കാർഡിയോൾ പ്രവർത്തിക്കുന്ന ഒരു 4-5 പേര് വേണം. പെരിഫറിയിൽ കാർഡിയോളജിസ്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇവരെ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലാ ആശുപത്രികളിലും 24 മണിക്കൂർ അടിയന്തര ചികിത്സ ഇപ്പോൾ കാലൊടിഞ്ഞാൽ, ഓപ്പറേഷനുകൾ, ഹാർട്ട് അറ്റാക്കിൻ്റെ ഇതെല്ലാം പരിഹരിച്ചതിന് മെഡിക്കൽ കോളേജിലെ തിരക്ക് കുറയും. പലപ്പോഴും ഡ്യൂട്ടിയിൽ ഒരു ഡോക്ടർ മാത്രമേ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടാകത്തുള്ളൂ. പലപ്പോഴും അത് ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജൂനിയർ ഡോക്ടേഴ്സ് ഡ്യൂട്ടി ചെയ്ത് നടുവൊടിയുന്ന ഒരു സാഹചര്യമുണ്ട്. സത്യമാണ്. യുദ്ധസ്ഥലം പോലെയാണ്. ഞാൻ ഒരിക്കൽ റോഡിൽ കിടന്ന മരിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങൾ വിചാരിച്ച ഒരാളെ ഞാൻ ആംബുലൻസ് വരുത്തി ഞാൻ അയാളുടെ കൂടെ പോയി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. 2 വർഷം മുമ്പാണ്. അവിടെ ചെന്നിട്ട് ഈ ട്രോളിയിൽ അയാളെ കിടത്തിയിട്ട് ആംബുലൻസുകാരൻ പോയി കളഞ്ഞു. ട്രോളിയിൽ അയാളെ കിടത്തിയിട്ട് എനിക്ക് അകത്ത് പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒരാളെ കാവലെടുത്തിട്ട് അപ്പോൾ അകത്ത് ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർമാരും നഴ്സുമാരൊക്കെ യുദ്ധസ്ഥലത്ത് ഓടുന്ന പോലെ ഓടുകയാണ്. ഇവരോട് എങ്ങനെ പറയാൻ പറ്റും? ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ വരേണ്ടതിൽ കൂടുതൽ എണ്ണം വരുന്നതിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ആളുകൾ വരുമ്പോൾ സഹായിക്കാതിരിക്കാൻ അപ്പോൾ അവിടെ കൂടുതൽ ഡോക്ടർമാർ വേണം, കൂടുതൽ നഴ്സുമാർ വേണം, സഹായത്തിന് സ്റ്റാഫ് വേണം. ഈ കുറവ് നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അന്നേരം അവിടെ ജീവനക്കാരുടെ എണ്ണവും ഡോക്ടർമാരുടെ എണ്ണവും വർദ്ധിപ്പിക്കണം. സ്പേസ് കൂടുതൽ വേണം. ഞാൻ ആ രോഗിയെ കൊണ്ടുപോയിട്ട് 10 മിനിറ്റ് എടുത്തു വേറെ ഡോക്ടറെ ശ്രദ്ധ കിട്ടാനായിട്ട്. അവരെല്ലാം ഓടുകയാണ്, എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും? അപ്പോൾ അത് മാറണം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. നമ്മൾ റോഡിൽ കിടക്കുന്നത് മരിച്ചു എന്ന് ധാരണ കിടക്കുന്ന നമ്മൾ തന്നെ ആകാം. അപ്പോൾ അത് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരാകാം. അതുകൊണ്ട് അത് മാറണം. അത് മാറി. വ്യത്യസ്ത അസുഖങ്ങളുള്ള ആൾക്കാരെ ഒരേ കട്ടിലിൽ കിടത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രാകൃതമായ കാര്യമല്ല, നാണക്കേടാണ്. എൻ്റെ ചില സുഹൃത്തുക്കളെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത് ശരി, നമ്മുടെ ഫേസ്ബുക്ക് ഫീഡ് വഴിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ എങ്ങനെ പറ്റും എന്നാണ് ചോദിക്കുന്നത്. താങ്കളാകുമ്പോൾ ലോകത്തുള്ള എല്ലാ മേഖലകളിലും സഞ്ചരിക്കുകയും അത്തരം ആക്ടിവിറ്റീസിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ്. അന്നേരം അവിടുത്തെ ഇത് സംവിധാനവും നമ്മൾ വളരെ പരിഷ്കരിച്ച കേരള മോഡൽ എന്ന് പറഞ്ഞ് വളരെ കീർത്തി പരത്തുന്ന സ്ഥലത്ത് ഇതാണ് ഗതി. ഇതേ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തെ പറ്റി വിചാരിച്ചിരിക്കുന്നത് നമ്പർ 1 ആണ്. അപ്പോൾ ഒരു കട്ടിൽ 2 പേരെ എങ്ങനെ കിടത്താൻ പറ്റുമെന്ന്. ഒന്നാമത് ഇത്ര അടുപ്പിച്ച് കട്ടിലിടുന്നത് പോലും വികസിച്ച നാടുകളിൽ അല്ലെങ്കിൽ കേരളം പോലെ നമ്മൾ ക്ലെയിം ചെയ്യുന്നൊരു നാട്ടിൽ പാടില്ലാത്തതാണ്. ഇത് മാത്രമല്ല, കട്ടിൽ 2 പേര് താഴെ 2 പേരാണ്. ഫ്ലോർ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അത് മാറിയേ പറ്റുള്ളൂ. അത് ആരെയും ഒരാളുടെ ഒരു കേന്ദ്രത്തിൻ്റെയോ കുറ്റമല്ല, അത് മൊത്തത്തിൽ ഉടച്ചു വാർക്കേണ്ടതുണ്ട്. കേരളത്തിൽ പെരിഫറൽ സിസ്റ്റത്തിൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇതിലും മെച്ചപ്പെടാറുണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രി, ഇവിടെയൊക്കെ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറണം. പിന്നെ വളരെ അക്കാഡമിക്കായിട്ടൊക്കെ ഉന്നത നിലവാരം പുലർത്തുന്ന പ്രൊഫസർമാരുള്ള റിസർച്ചൊക്കെ ഉള്ള അപൂർവ രോഗങ്ങൾ, മറ്റ് പെരിഫറി ചികിത്സിക്കാൻ പറ്റാത്ത രോഗങ്ങളെ മെഡിക്കൽ കോളേജിൽ എത്താവുള്ളൂ. ഇതിപ്പോൾ തലവേദനയാണെങ്കിൽ മെഡിക്കൽ കോളേജിലെത്തും, വയറിളക്കം ആണെങ്കിൽ മെഡിക്കൽ കോളേജിലെത്തും. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുകയും ചെയ്യും. അല്ല, ഞാൻ നേരത്തെ ചോദിച്ചിരുന്ന ഡോക്ടർമാർ റിസ്ക് എടുക്കാൻ ഭയക്കുന്നു. കാരണം ഈ അടുത്തിടെ ഏതാനും മാസം മുമ്പ് തിരുവനന്തപുരത്തെ ഒരു റൂറൽ ആശുപത്രിയിൽ രാത്രിയിൽ ഒരു കുഞ്ഞിനെ പാമ്പ് കടിച്ചു കൊണ്ടുവന്നു. ആ കുട്ടി വൊമിറ്റിംഗ് കാണിച്ചു, തല വിറയൽ വരുന്നു, ഒരുപാട് സിംറ്റംസ്, പാമ്പ് കടിച്ചു എന്ന് പറയുന്നു. പക്ഷേ ആൻറ്റിവെനം അവിടെ ഉണ്ടായിരുന്നിട്ടും കൊടുക്കാൻ ഡോക്ടർ തയ്യാറാവാതെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. പോകുന്ന വഴിക്ക് മരിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലും ഡോക്ടർമാർക്ക് അതിനൊരു റിസ്ക് ആയിട്ട് കാണുകയാണോ അതോ പരിചയക്കുറവാണോ? ഇത്തരം കാര്യങ്ങളിൽ പരിശീലനം മെച്ചപ്പെടേണ്ടതുണ്ട്. പുനർപരിശീലനം, റീട്രെയിനിങ് ആവശ്യമാണ്. പിന്നെ സജ്ജീകരണങ്ങൾ ആവശ്യമാണ്. നമ്മുടെ വിചാരം ഇപ്പോൾ പാമ്പ് പിടിച്ചു വന്നാൽ പ്രതിമരുന്ന് കൊടുത്താൽ പ്രശ്നം തീർന്നല്ല, അതിനകത്തും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നിസ്സാരമായിട്ടൊരു യങ് ഡോക്ടർ ചികിത്സിക്കാവുന്ന രീതികളായിരിക്കില്ല പലപ്പോൾ, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പറ്റില്ല. പക്ഷേ താലൂക്ക് ആശുപത്രികളിൽ അല്ലെങ്കിൽ അതുപോലത്തെ ആശുപത്രികളിൽ എത്തിക്കഴിഞ്ഞാൽ റെഫർ ചെയ്യപ്പെടാൻ പാടില്ല. ഇപ്പോൾ ഡോക്ടറിൻ്റെ പ്രശ്നമല്ല, ചിലപ്പോൾ ഒരു ഡോക്ടറെ കാണുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം നമുക്കെന്നറിയാം. ഇതാണ് പുനർക്രമീകരണമാണെന്ന് ഞാൻ പറയാം. പെട്ടെന്ന് പറയാം. എനിക്കറിയാവുന്ന ഈ ചില വളരെ ദൂരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. MBBS മാസ്റ്റർ ബിരുദം, സൂപ്പർ സ്പെഷ്യാലിറ്റിയും കഴിഞ്ഞിട്ട് പ്രാഥമിക ആരോഗ്യത്തിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ 10 രോഗിയേ ഉള്ളൂ. ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ചോദിക്കാൻ പറഞ്ഞാൽ അവർ ജൂനിയർ മോസ്റ്റാണ്. അങ്ങനെയല്ല നോക്കേണ്ടത്. ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, മികവ് അനുസരിച്ച് അവരെ ജില്ലാ ആശുപത്രി കൊണ്ടുവരണം.
പലയിടത്തും കാർഡിയോളജിസ്റ്റ് ഉണ്ട്. കേരളത്തിൽ നിറയെ കാർഡിയോളജിസ്റ്റാണ്. പക്ഷേ ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റ് എണ്ണത്തിനില്ല. ഒരു 4-5 പേരുണ്ടെങ്കിൽ ഓടിച്ചു പോകാൻ പറ്റും. ഇങ്ങനെ പുനർക്രമീകരണം നടത്തിയാൽ മതി. എല്ലായിടത്തും ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. പക്ഷേ പ്രാഥമിക രംഗത്ത് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ത് ചെയ്യാൻ, OP നടത്താനേ പറ്റുള്ളൂ. അവർ പനിയും ചുമയൊക്കെ നോക്കുന്നത്. ഈ ഗൈനക്കോളജിസ്റ്റുമാരെല്ലാം കൂടെ ഒരിടയ്ക്കൊരു ആശുപത്രി കൊണ്ടുവന്നിട്ട് റഫറൽ ആശുപത്രി മെഡിക്കൽ കോളേജിൽ എത്തണ്ട, അതിന് മുമ്പ് പറ്റും. ഈ രീതിയിൽ പുനഃക്രമീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ കൊല്ലത്തോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലോ ഉള്ള ഒരാൾക്ക് അത്യാവശ്യമായിട്ട് ആശുപത്രി സമീപിക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ വരേണ്ട ഒരു ഗതികേടുണ്ട്. ആ അവസ്ഥയ്ക്ക് എന്ത് മാറ്റം വരുന്നത്? കേരള മോഡലും നമ്പർ 1 പറയുന്ന കേരളത്തിൽ അത് നടക്കുന്ന നാണക്കേടാണ്. കരുനാഗപ്പള്ളിക്കാരൻ തിരുവനന്തപുരത്ത് എത്തി മരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ അവിടെ താലൂക്ക് ആശുപത്രികളുണ്ട്, കൊല്ലം ജില്ലാ ആശുപത്രിയുണ്ട്, അവിടെയൊക്കെ മെഡിക്കൽ കോളേജുകളുണ്ട്. ഇതെല്ലാം കടന്ന് ഇവിടെ വരേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംവിധാനം കൈകാര്യം ചെയ്തതിൻ്റെ മാനേജ്മെൻറ്റ് പ്രശ്നം മാത്രമാണ്. അത് പരിഹരിച്ചേ പറ്റുള്ളൂ. അതല്ലേ പറഞ്ഞു, എല്ലാ ജില്ലയിലും അടിയന്തര ചികിത്സ 24 മണിക്കൂറും കൊടുക്കുന്ന ഒരു സർക്കാർ ആശുപത്രി ഉണ്ടായിരിക്കണം. ജില്ലാ ആശുപത്രികളിൽ അത് സംവിധാനം ഉണ്ടാക്കിയാൽ മതി. സ്വകാര്യ ആശുപത്രികളുണ്ട്, പക്ഷേ പാവപ്പെട്ടവർക്കവിടെ പോകാൻ പറ്റിയെന്ന് വരില്ല. സർക്കാർ നിലവാരത്തിൽ അവരുടെ അത്യാവശ്യമാണ്. ഇപ്പം വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വന്നാൽ കഴിഞ്ഞ ഒരു 6-7 മാസം മുമ്പ് ഡോക്ടർ ഹാരിസ് അദ്ദേഹം കുറേ വിഷയങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഡോക്ടർ അവിടെ ഒരു സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പല ലെയറുകൾ, പല തട്ടുകൾ കടന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സെഷൻ്റെ ഔദാര്യത്തിന് ഡോക്ടറെ കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായപ്പോഴാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതിപ്പെട്ടിട്ട് പോലും അതിന് പരിഹാരം ഉണ്ടായില്ലെന്ന് പറഞ്ഞു. അത്തരം വിഷയങ്ങളിൽ എന്ത് സമീപനമാണ് വേണ്ടത്? പരിഹരിച്ചേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ UDF ഹെൽത്ത് കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണാവകാശം കൊടുക്കണം. ഏറ്റവും ആദ്യം പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകൾക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ, തൃശ്ശൂർ, കോട്ടയം, ഇങ്ങനെ കോഴിക്കോട്, ഇവർക്കൊക്കെ സ്വയംഭരണാവകാശം വേണം. ഈ ഓരോ പ്രാവശ്യവും സെക്രട്ടറി തൊട്ട് താഴെ ക്ലർക്കിൻ്റെ അടുത്ത് വരെ ഈ 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് കടലാസ് പോകുന്നത് ഗതികേടാണ്. അത് ഭരണം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിന് ഫണ്ട് കൊടുക്കുക, ബജറ്റിൽ വകയിരുത്തി ഫണ്ട് കൊടുക്കുക. അവർക്ക് പുറത്തുനിന്ന് ഫണ്ട് റേസ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കണം. ഈ മുൻ വിദ്യാർത്ഥികൾ, ധനികർ, ഇങ്ങനെ പലരും കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അവർ തയ്യാറാകുകയും ചെയ്യും. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ സ്വയംഭരണം കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിൽ ചെറിയ മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ട്, അതിന് ഇതിൻ്റെ സാറ്റലൈറ്റ് സെൻറ്റേഴ്സ് ആക്കിയാൽ മതി. ഇപ്പോൾ ഒരു ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് സാറ്റലൈറ്റ് സെൻറ്ററായിട്ട് പുതിയ മെഡിക്കൽ കോളേജിനെ വരും. അപ്പോൾ ഇവർ ഒരുമിച്ച് ഭരണവും നടക്കും. ഇവിടെ ഉള്ളത് എക്സ്ട്രാ വരുന്ന അവർ കൊടുക്കും, അല്ലെങ്കിൽ അവിടെ ഉള്ള ഇങ്ങോട്ട് എടുക്കും. ഇങ്ങനെ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുന്നതാണ്. സെക്രട്ടേറിയറ്റ് തീരുമാനിക്കേണ്ടതല്ല മെഡിക്കൽ കോളേജിൽ ഒരു എക്യുപ്മെൻറ്റ് വാങ്ങണമെന്ന് വിചാരിച്ചാൽ. ഇപ്പോൾ കേരളത്തിൽ സ്വകാര്യ മേഖലയെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ചികിത്സാരംഗം മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം മെജോറിറ്റി ഇപ്പോൾ അവരാണ്. പക്ഷേ ഇപ്പം സാധാരണക്കാരൻ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു നെഞ്ചുവേദനയായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കൊരു ഇപ്പോൾ ആൻജിയോഗ്രാം അല്ലെ ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്യേണ്ടി വന്നാൽ ഭയങ്കരമായ തുകയാണ്. അവർക്കൊരിക്കലും ആശുപത്രി പോയ അയാൾ അവസാനം കിടപ്പാടം വരെ വിറ്റ് നടുക്കടലിലേക്ക് ഇറങ്ങിപ്പോരേണ്ട ഒരവസ്ഥ. ആ ഒരു ഇത് സ്വകാര്യ മേഖലയെ മാത്രം ആശ്രയിക്കാതെ സർക്കാർ മേഖലയിൽ അങ്ങനെ ഒരു പാവപ്പെട്ട ആൾക്കാരുടെ കാര്യത്തിലെങ്കിലും ഒരു ഉറപ്പ്, ചികിത്സാ ഉറപ്പ് വരുത്തേണ്ട മാർഗങ്ങൾ വേണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ജില്ലാ ആശുപത്രികളിൽ 24 മണിക്കൂർ ഈ അടിയന്തര ചികിത്സകൾ വന്നു കഴിഞ്ഞാൽ തന്നെ പ്രശ്നം തീരും. ഇത് പലപ്പോഴും ഉപകരണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർമാരുണ്ട്, ആവശ്യം ഡോക്ടർമാരില്ല. ഒരു കാർഡിയോളജിസ്റ്റുമാർ 24 മണിക്കൂർ അവൈലബിളാണ്. ഒരു 4-5 കാർഡിയോളജിസ്റ്റ് വേണം. അവരിവിടെ കൊണ്ടുവയ്ക്കേണ്ടത്, പ്രാഥമിക ആരോഗ്യത്തിൽ ജൂനിയറാന്ന് പറഞ്ഞ് കൊണ്ടുവയ്ക്കരുത്. അപ്പോൾ ഇങ്ങനെ പുനഃക്രമീകരിക്കാൻ പറ്റും. പിന്നെ സ്വകാര്യ മേഖലകളിൽ ഇടപെടലുകൾ വേണം. ഇപ്പോൾ ഇൻഷുറൻസുകൾ പലതും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റേ ഗവൺമെൻറ് 2000 കോടിയിലധികം കടമുണ്ടാക്കിയിട്ട് പോയിരിക്കുന്നത്. ഇൻഷുറൻസുകൾ പ്രവർത്തിക്കാത്തതിൻ്റെ പ്രശ്നം. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ UDF. അത് പ്രായോഗികമാണോ? കാരണം സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്ത് അത് ഒറ്റയടിക്ക് നടപ്പാക്കാനല്ല. എന്നാൽ അത് ഇപ്പോൾ കാരുണ്യ, കാസ്പ്, പിന്നെ മെഡിസെപ്പ്, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ പൊളിഞ്ഞു കിടക്കുകയാണ്. പരാജയങ്ങൾ നേരിടുന്നുണ്ട്. പൈസ കൊടുക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. 2000 കോടിയിലധികം കടമിട്ടിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പഠിച്ച് എന്താണ് പ്രശ്നം എന്നറിയണം. അപ്പോൾ ഇതൊക്കെ പലതും തുടക്കത്തിൽ നന്നായി പ്രവർത്തിച്ചാണ്. എവിടെയാണ് ഇത് പിഴച്ചു പോയത്? പിന്നെ ധനത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് പരിഹരിച്ച് ഇതിൻ്റെയൊക്കെ പുറത്തൊരു ബിൽഡ് ചെയ്യുന്നൊരു സാധനമായിരിക്കും 25 ലക്ഷം. അതിൽ ഒറ്റയടിക്ക് 25 ലക്ഷം തുടങ്ങാൻ അങ്ങനെ പറ്റില്ല. ഒരു സ്റ്റേറ്റിനും പറ്റില്ല. ഈ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കുക, ഇതിൻ്റെ തകരാറുകൾ എന്തായിരുന്നു, ഗ്യാപ്സ് എന്തായിരുന്നു പഠിക്കുക, അത് ഫില്ല് ചെയ്യുക. വരുമ്പോഴത്തേക്ക് 25 ലക്ഷം വരെ ഒരു ഇതിലേക്ക് എത്തുന്നത്. അതിലിപ്പോൾ ഒരു കുറേ പീരീഡ് ഒരു സമയം കൊണ്ടായിരിക്കും ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്നാണ്. നമ്മുടെ നാട്ടിലെല്ലാവരും അതൊരു ആഗോള പ്രിൻസിപ്പിളാണ്, WHO പറയുന്നതാണ്. ഏതൊരാൾക്കും അവൻ്റെ വീട്ടിനടുത്ത് ക്വാളിറ്റിയുള്ള അഫോർഡബിൾ ചികിത്സ എന്നാണ്. ഇപ്പോൾ എനിക്ക് കാലിനൊരു ആക്സിഡൻറ്റ് പറ്റി, ഞാൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി. കാരണം എനിക്കത് എൻ്റെ ഇൻഷുറൻസ് കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് പോയി ചെയ്യണം. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ കിടക്കരുത്, പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ
തീരെ പാവപ്പെട്ട ഒരാൾക്ക് ഞാൻ എടുത്ത് ചികിത്സ എടുക്കാൻ പറ്റിയൊന്നുമില്ല, അവന് സർക്കാരിൽ കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ പ്രൈവറ്റിൽ പോകുന്നതുകൊണ്ടാണ് അവന് സർക്കാരിൽ അവന് ബെഡ് കിട്ടുന്നത്. ഈ ഒരു റീഅറേഞ്ച്മെൻറ്റും വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ആശുപത്രിയിൽ അടിയന്തര ചികിത്സ പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ നടന്നേ പറ്റുള്ളൂ. അത് ഇൻഷുറൻസ് കൊടുക്കാത്തതിപ്പോൾ നടക്കുന്നില്ല. ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ സ്വകാര്യ ആശുപത്രിയിൽ കയറാതെ പൈസ പേടിച്ചിട്ട് അല്ലെങ്കിൽ ബില്ല് പേടിച്ചിട്ട് നമ്മൾ ഗവൺമെൻറ് പോകുമ്പോഴത്തേക്ക് അവിടെ രോഗിക്ക് അപകടം പറ്റിപ്പോകും. ചിലപ്പോൾ സ്വകാര്യ ആശുപത്രികൾ റെഫർ ചെയ്തില്ലെങ്കിൽ, കാരണം അവർക്ക് എത്രയോ കോടികൾ കിട്ടാനുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് പരിഹരിച്ചാലേ പറ്റുള്ളൂ. അപകടത്തിൽപ്പെട്ട് ചെല്ലുന്നവരെ മാൻഡേറ്ററി ആയിട്ട് തന്നെ ഈ സ്വകാര്യ ആശുപത്രികൾ ചികിത്സിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വന്നിരുന്നു. പക്ഷെ അതൊക്കെ പ്രായോഗികമല്ല. ഇപ്പം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒരു രോഗി മരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ബില്ലടയ്ക്കാതെ മൃതദേഹം വിട്ടുകൊടുക്കാത്ത സാഹചര്യങ്ങൾ എത്രയോ ആശുപത്രികളിൽ കാണുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കൊക്കെ പരിഹാരം വരണ്ടേ? ഇത് വേണം. ഇപ്പോൾ ഇതിനകത്ത് ഒന്ന് ഗവൺമെൻറ്റിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് ഇപ്പോഴും 30-40% കാറ്റർ ചെയ്യുന്നുള്ളൂ. 60-70% സ്വകാര്യ മേഖല. അപ്പോൾ ഗവൺമെൻറ് ശക്തിപ്പെടുത്തണം. സ്വകാര്യ മേഖലയിൽ തെറ്റായ പ്രശ്നങ്ങൾ ഇടപെടുകയും അതിനകത്ത് നിയന്ത്രണങ്ങൾ വരികയും വേണം. പിന്നെ ഈ സ്വകാര്യ ആശുപത്രികൾ സർവൈവ് ചെയ്യണം. ഇപ്പോൾ കൊച്ചു ആശുപത്രികളെല്ലാം പൂട്ടിപ്പോയി, ചെറുതെല്ലാം പൂട്ടിപ്പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാം കൂടെ ഒബ്സർവ് വരുമ്പോഴത്തേക്ക് ശമ്പളം എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അവർ നടത്താൻ പറ്റാതെ വരും. അത് പരിഹരിക്കപ്പെടണം. സ്വകാര്യ ആശുപത്രികൾ, ചെറിയ ആശുപത്രികൾ ജനങ്ങൾക്ക് ആ പ്രദേശത്തുള്ളവർക്ക് ഉപയോഗപ്പെടണം. അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള സംവിധാനങ്ങൾ വേണം. വലിയ ആശുപത്രികൾ അവിടെ നിയന്ത്രണങ്ങൾ വേണം. ഇപ്പോൾ എല്ലാ ആശുപത്രിയും ലാഭത്തിലൊന്നുമല്ല ഓടുന്നത്. അതിനകത്ത് ഡോക്ടർമാരെ ശമ്പളം, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇതിനകത്തൊക്കെ ചില ഇടപെടലുകൾ വേണം. പിന്നെ വലിയ ആശുപത്രികൾ തന്നെ ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ഏകീകരണമൊക്കെ കുറേ വേണ്ട. അതിനകത്ത് നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചികിത്സാ രീതികളുടെ ഈ നിരക്ക് പബ്ലിക്കായിട്ട് പ്രദർശിപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ഗവൺമെൻറ് വലിയ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും അത്ര പ്രാവർത്തികമായിട്ടില്ല. അതിന് ചില സാങ്കേതിക വിഷയങ്ങളുണ്ട്, അത് സത്യമാണ്. ഇപ്പോൾ ഒരു അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഓപ്പറേഷൻ ചിലപ്പോൾ തുറന്നു കഴിയുമ്പോഴായിരിക്കുന്നത് ചിലപ്പോൾ ഓവറിയിലെ ബ്ലീഡിങ് ആയിരിക്കും. ഞാനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ ഓപ്പറേഷൻ അടുത്ത ഡോക്ടർ വരേണ്ട അടുത്ത ഇങ്ങനത്തെ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പൻഡിസൈറ്റിസിൻ്റെ റേറ്റ് ഇത്രയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിലായിരിക്കില്ല നിൽക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമുണ്ട്. റേറ്റ് എഴുതി വയ്ക്കുന്ന പ്രായോഗികം അല്ലെന്നാണോ? ഒരു ജനറലായിട്ട് റേറ്റ് വേണം, ജനങ്ങൾക്ക് വേണം. അത് റേറ്റ് പാടില്ല എന്നൊരു തെറ്റാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ റേറ്റ് കൃത്യമായിട്ട് ചിലപ്പോൾ പാലിക്കാൻ പറ്റാത്തത് രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ കൊണ്ടൊക്കെ അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഒരു സാധനം പോലെ ആയിരിക്കില്ല ചികിത്സയുടെ കാര്യത്തിൽ. അത് യാഥാർത്ഥ്യമുണ്ട്. അപ്പം അത്തരം ചർച്ചകൾ നടക്കുകയാണ്. വളരെ പ്രാധാന്യത്തോടുകൂടി ഈ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. എൻ്റെ IMA ആയിട്ടൊക്കെ ചർച്ചകൾ നടക്കുകയാണ്. ഇത് പരിഹരിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് ഞാനൊരു ഡോക്ടറായിരിക്കും പോലും നമ്മളും അറിയേണ്ടതും പഠിച്ചിരിക്കുന്നതും രോഗം എന്ന് പറയുന്നത് രോഗിയുടെ സൈഡിൽ നിന്നാണ് കാണേണ്ടത്. രോഗിയായിരിക്കണം പ്രാധാന്യം. മനുഷ്യൻ പീപ്പിൾ സെൻറ്റേഡ് ആയിരിക്കണം, രോഗി സെൻറ്റേഡ് ആയിരിക്കണം. ഇപ്പോൾ ആശുപത്രിയിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രോഗി. ഇപ്പം എനിക്ക് അസുഖം വന്നാൽ ഞാൻ രോഗിയാണ്. ഇപ്പോൾ രോഗി എന്നൊരു വിഭാഗമൊന്നുമില്ല, അസുഖം വരുന്നവരൊക്കെ രോഗിയാണ്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് കാര്യങ്ങളെ കാണാനായിട്ട് മെഡിക്കൽ സമൂഹവും ഒക്കെ പഠിക്കണം, ഗവൺമെൻറ്റും ശ്രദ്ധിക്കണം. അതാണ് അപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇപ്പോൾ ചികിത്സാ പിഴവുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഡോക്ടർ കമ്മ്യൂണിറ്റി വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു ഡോക്ടേഴ്സ് ഉള്ള നാടാണ് നമ്മുടെ. നമുക്ക് വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നൊക്കെ പറയാമെങ്കിലും ചികിത്സാ പിഴവുകളുടെ അത് വളരെയധികം വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നൊരു വാർത്ത, മരക്കഷ്ണം വെച്ച് കാലിൽ ചെയ്തു. അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ ഹർഷീന എന്നുള്ളൊരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ സർക്കാർ വന്ന ശേഷം ജോലി കൊടുത്തു. അവരുടെ വയറ്റിലൊരു ഫോർസെപ്സ് വെച്ചിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ കാരണം എന്താണ്? ചികിത്സാ പിഴവുകൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അത് മാറേണ്ടത് തന്നെയാണ്, ഇല്ലാതാണ്. പക്ഷേ ഇതിനെ പറ്റിപ്പോണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ താങ്ങാവുന്നതിൻ്റെ എത്രയോ ഇരട്ടി രോഗികൾ വന്ന് മാറി. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS സർജറിയിൽ പരിശീലനത്തിന് നിൽക്കുമ്പോൾ ബസ് മറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 10-60 പേര് ഒരുമിച്ചിങ്ങ് വരും. 1-2 ഡോക്ടർമാരെ കാണുള്ളൂ. അപ്പോൾ ഒരാളെ പരിഹരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മറ്റാൾ ബഹളം വയ്ക്കും, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കും, നിലവിളിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ചികിത്സയുടെ താങ്ങാൻ പറ്റാത്തത്ര എണ്ണം വരുമ്പോഴത്തേക്ക് എനിക്കറിയാം, നമ്മൾ പകുതി നിർത്തിയിട്ട് അടുത്ത ആൾ നോക്കേണ്ടി വരാറുണ്ട്. കാരണം ഇവൻ്റെ തയ്യൽ ബാക്കി പിന്നെ ഇടാമെന്ന് ചോദിച്ചിട്ട്, കാരണം അപ്പുറത്ത് നിലവിളിച്ച് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിലെ പോലെ അല്ല, മനുഷ്യൻ്റെ ജീവിതമാണ്. അതിൻ്റെ രാഷ്ട്രീയക്കാർ വരും, വഴക്കുണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നാണ് ഡോക്ടർമാർ വർക്ക് ചെയ്യുന്നത്. അവരുടെ സമ്മർദ്ദം വളരെ കൂടുതലാണ്. അപ്പോൾ പക്ഷേ ഇതൊന്നും ന്യായീകരിക്കാവുന്നതല്ല. ചികിത്സയിൽ വരുന്ന പിഴവുകൾ, അറിയാതെ വരുന്ന മനുഷ്യന് പറ്റുന്ന പിഴവുകളുണ്ട്. അത് മനുഷ്യ സഹജമായിട്ട് അങ്ങനെ കണക്കാക്കണം. പക്ഷേ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ പൈസ കൊടുക്കാത്തതുകൊണ്ടോ ഇത്തരം കാര്യങ്ങളുണ്ടാകുന്ന വളരെ ശക്തമായ നടപടി ഉണ്ടാകാൻ വേണം. ഡോക്ടർമാരുടെ ഇടയിലും അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ളവരുണ്ട്. അതിനോട് യാതൊരു കരുണയും കാണിക്കരുത്. ഒരാളുടെ ജീവിതത്തിൽ അശ്രദ്ധ കാണിക്കാൻ, മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ്
ആശുപത്രിയുടെ ചികിത്സയുടെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നത്. അത് കർശനമായി നേരിടുക തന്നെ വേണം. ഇപ്പോൾ ഡോക്ടർമാരുടെ പ്രൊഫഷൻ ഒരു കാലത്ത് വളരെ ഗ്ലാമർ പ്രൊഫഷനായിരുന്നു. കാരണം കണ്ട ദൈവത്തെ പോലാണ് ജനങ്ങൾ ഡോക്ടറെ കാണുന്നത്. അതിന് വലിയ ഇടിവ് പറ്റിയോ? ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം MBBS പഠിച്ച ഒരാൾ, ഒരു MBBS പാസ്സായി ഇറങ്ങിയ ഒരാൾ പിന്നീട് അതിൻ്റെ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി, ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ കാലയളവ് തന്നെ ഈ പഠിത്തത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. എന്നിട്ട് വന്ന് സർവീസിൽ പ്രവേശിക്കുമ്പോൾ ഇത്തരം സമ്മർദ്ദങ്ങൾ, വെല്ലുവിളികൾ, ഈ സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ അടുത്തിടെ ഒരു പ്രമുഖ സർജനായിട്ടുള്ള ഡോക്ടർ KP ഹരിദാസ് അദ്ദേഹം തന്നെ പറഞ്ഞു, ഡോക്ടർ പ്രൊഫഷനിൽ നിന്ന് ഇപ്പോൾ സിവിൽ സർവീസിലേക്ക് ആൾക്കാർ കൂടുതൽ പോകുന്നു. MBBS പാസ്സായവർ പോലും സിവിൽ സർവീസിലേക്ക് മാറിയ അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. താങ്കൾ ഒരു ലോകം മുഴുവൻ സഞ്ചരിച്ച ലോകാരോഗ്യ സംഘടനയുടെ തന്നെ ഒരു പ്രധാന പ്രവർത്തകനായ ഡോക്ടർ എന്നുള്ള നിലയിൽ എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച്? ഇതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നതിനൊക്കെ മുമ്പ് നമ്മുടെ വീട്ടിലെ അസുഖങ്ങൾ കാര്യങ്ങളായിട്ട് പോകുമ്പോഴത്തേക്ക് ചെന്നിരുന്നിട്ട് കാത്തിരിക്കുകയും ഒരുപാട് വിളിച്ച് ഫോൺ ചെയ്ത് പറയിക്കാൻ ശ്രമിക്കും. ഇങ്ങനത്തെ ഒരുപാട് ഡോക്ടർമാരുടെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ വളരെ അറിയപ്പെടുന്ന ചികിത്സർ കുറച്ചേ കാണുകയുള്ളൂ. പലതുമൊക്കെ നമ്മൾ സഹിക്കുക, അങ്ങനെ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ ചികിത്സകൾക്കും നമ്മളതല്ലേ, ആയുർവേദയ്ക്ക് 32 സ്വാതന്ത്ര്യം കിട്ടും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 70. അപ്പോൾ ആ മെച്ചമുണ്ട്, പ്രതീക്ഷകൾ കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് സമ്മർദ്ദവും വരും. അപ്പോൾ അതുകൊണ്ടാണ് മരണത്തെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലുണ്ട്. ഡോക്ടർമാരുൾപ്പെടെ മരണം സംഭവിക്കുന്നത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ മരിക്കുന്നത് ആശുപത്രിയുടെ കുറ്റമായി ഡോക്ടറുടെ കുറ്റമായി മാറുന്നതിൻ്റെ പ്രശ്നമുണ്ട്. എന്നാൽ തിരിച്ചുകൊണ്ട് ഇപ്പോൾ ചികിത്സയുടെ കാര്യത്തിൽ ഇപ്പോൾ എപ്പോഴും കാണുന്നതാണ്, മരുന്ന് മാറി കുത്തിവെച്ചു എന്ന് പറയും. ചില മരുന്നുകൾക്ക് റിയാക്ഷൻ ഉണ്ട് നമ്മൾ ചേർത്ത് ടെസ്റ്റൊക്കെ ചെയ്യും, എന്നാലും ചിലപ്പോൾ റിയാക്ഷൻസ് വരാം. അപ്പോൾ നമ്മുടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ കൃത്യമായിട്ടൊരു കാറിൻ്റെ പാട്ട് മാറ്റി വയ്ക്കുന്നത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും ഡോക്ടർമാർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ സാമ്പത്തിക താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുണ്ട്. ഗവൺമെൻറ് മേഖലയുണ്ട്, സ്വകാര്യ മേഖല. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു അവിശ്വാസം വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡോക്ടർ സർജറി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ എനിക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ പറയും, ലാല ഇങ്ങനെ ഒരു സർജറി ഇത് വേണോ? അപ്പോൾ ഞാൻ പറയും, എന്നേക്കാൾ ക്വാളിഫൈഡ് ആയിട്ട് ആളാണ് പറഞ്ഞേക്കുന്നത്, എന്നാലും ഒന്ന് അന്വേഷിക്കണമെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യർക്ക് ആ വിശ്വാസം നഷ്ടപ്പെടുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് കമേഴ്സ്യലൈസേഷൻ, പ്രൊഫഷനോടുള്ളൊരു താല്പര്യം കുറയുന്നു. അത് കാരണം ഇപ്പോൾ ഇത്രയും സുരക്ഷിതം അല്ലാത്തൊരു ഇതാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പേര് വരാതിരിക്കുന്നുണ്ട്, വന്നവർ പോകുന്നുണ്ട്. അതൊക്കെ നടക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പലരും IAS ഒക്കെ നമ്മുടെ കൂടെ പഠിച്ചൊരു IAS ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. അതിനകത്ത് തെറ്റൊന്നുമില്ല, പുതിയ മേഖല കണ്ടുപിടിക്കാൻ. പക്ഷേ മറിച്ച് ഞാൻ പലരെയും എൻകറേജ് ചെയ്യാറുണ്ട്, ഡിസ്കറേജ് ചെയ്യാറുണ്ട്. എനിക്കറിയാവുന്ന വളരെ വലിയ സീനിയർ പ്രൊഫസർ മകൾക്ക് 3ാമത്തെ ചാൻസ് എൻട്രൻസ് ചെയ്യാൻ സമ്മതിക്കില്ല, അവൾക്ക് അപ്പോഴത്തെ കല്യാണപ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ വഴക്കുണ്ടാക്കും, ആ കുട്ടിക്ക് ഇഷ്ടമാണ്, അതിന് വിടണം. അതേസമയം എൻ്റെ കുടുംബത്തിൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമില്ല, പേരൻസിന് വലിയ താല്പര്യമെന്ന് പറഞ്ഞിട്ട് ഞാൻ പലരെയും വഴക്കുണ്ടാക്കിയിട്ട് കുട്ടികളെ മെഡിസിൻ വരാതെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചോയ്സ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊന്നുമല്ല, ഞാനിപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ കേരളത്തിലൊരു മെഡിക്കൽ കോളേജിൻ്റെ മുഴുവൻ കുട്ടികളെയും കൂടെ അഡ്രസ്സ് ചെയ്യുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എത്ര പേര് ഇഷ്ടത്തോടെ മെഡിസിൻ വന്നതാണ്? ഈ മുഴുവൻ പേരിൽ 4-5 കുട്ടികളെ കൈപൊക്കിയുള്ളൂ, ബാക്കി പേരൻസിൻ്റെ സമ്മർദ്ദമായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇഷ്ടത്തോടെ പഠിക്കുന്ന ആരുണ്ടെന്ന്? ഒരാൾ പോലും കൈപൊക്കിയില്ല. പ്രൊഫസർമാർ വിഷമിച്ചിരിക്കുക. ഞാൻ നിങ്ങളുടെ ഓണസ്റ്റിയിൽ ഞാൻ സന്തോഷമുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതേ അനുഭവം ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലുണ്ടായി. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ മെഡിസിന് വരുന്നവരെല്ലാം താല്പര്യത്തോടെ വരുന്നു, തെറ്റിദ്ധരിച്ചും പോകരുത്. പക്ഷേ ഡോക്ടേഴ്സ് പ്രൊഫഷനിലേക്ക് വരാൻ ആൾക്കാർക്ക് താല്പര്യം കൂടുകയോ കുറയോ ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തെ ഒരു കൺസ്യൂമർ വിപണിയായി കണ്ട് മൾട്ടിനാഷണൽ കമ്പനികളെന്ന പോലെ പറയാവുന്ന വൻ ആശുപത്രി ശൃംഖലകൾ കേരളത്തിൽ തങ്കൂരം ഉറപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഇടപെടലുകൾ വേണമായിരുന്നു. ഇപ്പം കഴിഞ്ഞ ഗവൺമെൻറ് ഇത് പറയുന്നതല്ല, ഒന്നും ചെയ്തില്ല. ഈ ആരോഗ്യം സംസ്ഥാന വിഷയമാണ്. അതെ. അപ്പോൾ ദേശീയ നയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യം സംസ്ഥാനം തീരുമാനിക്കേണ്ടത്. ഇത്രയും കോർപ്പറേറ്റുകൾ വന്ന് ആശുപത്രികൾ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ വാങ്ങേണ്ടി വരും. അങ്ങനത്തെ യാഥാർത്ഥ്യങ്ങളുമുണ്ട്. മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വരാൻ ചിലപ്പോൾ ചില ആശുപത്രികൾ അങ്ങനെ വേണ്ടി. പക്ഷേ ഇതിനകത്ത് ഗവൺമെൻറ് നയം എന്താണെന്നറിയില്ല. ഗവൺമെൻറ് കാഴ്ചക്കാർ പോലും അല്ലായിരുന്നു, അവരറിയുന്നേ ഇല്ലായിരുന്നു പ്രൈവറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് കേരളത്തിൽ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നെങ്കിൽ അതിനകത്തൊരു പഠനാവശ്യമാണ്, ഇടപെടലും ഗവൺമെൻറ് ആവശ്യമാണ്. ആശുപത്രിയും ചികിത്സാ സംവിധാനങ്ങളും ആധുനിക രീതിയിൽ വരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് ആർക്കൊക്കെ അഫോർഡബിൾ ആകുമെന്നുള്ള ഒരു പ്രധാന ചോദ്യമല്ലേ? അതാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിലും പറഞ്ഞതാണ്, നമുക്ക് ഈ ചികിത്സയുടെ ആക്സസ് വേണം. ആക്സസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് അടുത്ത് ചികിത്സയ്ക്ക് സൗകര്യങ്ങളുള്ള സ്ഥലം വേണം. പിന്നെ അഫോർഡബിലിറ്റിയാണ്.
ഇത് താങ്ങാൻ പറ്റണം. ഈ യൂണിവേഴ്സൽ ഹെൽത്ത് കവർ എന്ന WHO പ്രിൻസിപ്പിളും പറയുന്നത് ചികിത്സകൾ താങ്ങാൻ പറ്റുന്നതാണ്. നല്ല ധനമുള്ളവൻ അവൻ വേണ്ടി ഏറ്റവും വലിയ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സയോട്ടെ. പക്ഷേ സാധാരണക്കാരനും ചികിത്സ ലഭിക്കണം. പിന്നെ ക്വാളിറ്റി വേണം, ഗുണനിലവാരം വേണം. ഇതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ട്. അത് പരിഹരിച്ചേ പറ്റില്ല. ആക്സസ് ഇല്ല. അതുകൊണ്ടാണ് കരുനാഗപ്പള്ളിക്കാരൻ യാത്രയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് മരിച്ചു പോകുന്നത്. പോർട്ടബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, ചാലയിലൊരു തൊഴിലാളി സ്ത്രീ, ചുമട്ടു തൊഴിലാളിയാണ്. അവർക്ക് കറങ്ങി വീണപ്പോൾ ഒരു വലിയ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി. ഇറങ്ങിയപ്പോൾ 12 ലക്ഷം ബില്ല്. അത് ജീവിതത്തിൽ അത്രയും രൂപ കണ്ടിട്ടില്ല അവർ. പിന്നെ ക്വാളിറ്റി ഓഫ് കെയർ അത് കോംപ്രമൈസ് ആകുന്നതുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾ തറക്കിടക്കേണ്ടി വരുന്നത്. ഇത് മൂന്നും പരിഹരിച്ചേ പറ്റില്ല. ഇങ്ങനെയാണ് എന്നെ കാണേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഞുണുക്ക് വിദ്യകളിലൂടെ ഇത് പരിഹരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ താങ്കളൊരു പ്രൊഫഷണലാണെങ്കിലും താങ്കൾക്കൊരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട്. ഒരു KSUയിലൂടെ തുടങ്ങി കോൺഗ്രസിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് മത്സരിച്ചിരുന്നു. ഇത്തവണ എന്താ മത്സരിക്കാൻ? അപ്പോൾ എൻ്റെ പേര് വന്നതാണ്, വർക്കല സീറ്റിലേക്ക് എന്നെ പരിഗണിച്ചാണ്. അപ്പോൾ അവിടെ നേരത്തെ മത്സരിച്ചിട്ടുള്ള ശ്രീ കഹാറിന് വലിയ താല്പര്യമാണ്. ഞങ്ങൾ വലിയ സൗഹൃദമാണ്. ആ സൗഹൃദം നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഒരു വഴക്കിട്ട് വാങ്ങേണ്ടതല്ല. പക്ഷേ താങ്കളെ പോലെ ഒരു പ്രൊഫഷണലിലെ സീറ്റ് നൽകി ജയിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം UDFൻ്റെ അല്ലായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അല്ലായിരുന്നു? അത് എൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ആ സമയത്ത് ഈ ശ്രീ K. സുധാകരൻ്റെ വിഷയങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യും. പാർട്ടിയുടെ ശ്രദ്ധ മുഴുവൻ അതിനകത്ത് പോകേണ്ട സമയമാണ്. അപ്പോൾ ഞാനും കൂടെ ഒരാളും കൂടെ എൻ്റെ സീറ്റിന് വേണ്ടി കിടന്ന് വഴക്കുണ്ടാക്കിയവരെല്ലാം വിളിക്കുക എന്ന് പറയുന്നത് ഞാനതൊന്ന് വിട്ടു നിന്നു. പക്ഷേ എൻ്റെ സീറ്റ് എനിക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ പിന്മാറുകയാണ്. കാരണം അപ്പോഴത്തേക്ക് കുറേ സമയം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്കൊരു തയ്യാറെടുപ്പിൻ്റെ സമയം നഷ്ടപ്പെട്ടു. പിന്നെ ശ്രീ കഹാറുമായിട്ട് വളരെ സൗഹൃദമാണ്. എന്നെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ അദ്ദേഹത്തുമായിട്ടൊരു തർക്കിച്ച് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന, ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും അല്ലെങ്കിൽ അത്രയും ഞാൻ 4 കോണ്ടിനെൻറ്റിൽ ജീവിച്ചിട്ടുണ്ട്, 4 ഭൂഖണ്ഡങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്, 10 രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്, 6 രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യൻ മന്ത്രിയുടെ വരെ ആരോഗ്യമന്ത്രിയുടെ വരെ ഉപദേഷ്ടാവാണ്. എനിക്ക് ഇന്തോനേഷ്യൻ ആരോഗ്യമന്ത്രിയുടെ വലിയ ബിൽഡിങ്ങാണ്. എനിക്കവിടെ ഒരു മുറിയുണ്ട്. അപ്പോൾ ഇതൊക്കെ പറ്റുമ്പോൾ എനിക്ക് എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അത് താങ്കളെ ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് ഈ സർക്കാരിന് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഇടപെടുന്നുണ്ട്. എന്നെ ഹെൽത്ത് മിനിസ്റ്റർ കാണുന്നുണ്ട്, മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല, നമുക്ക് ആരോഗ്യരംഗത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള തുടർച്ചയാണ്. ഈ ആരോഗ്യ കമ്മീഷൻ ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 5-ാം തീയതി ആരോഗ്യമന്ത്രിയായിട്ട് മീറ്റിംഗ് ഉണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കഴിഞ്ഞ തവണ ഒരു വർഷത്തിൽ താങ്കളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോയെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ കുറച്ച് ഫ്രണ്ട്സ് ക്ലാസ്മേറ്റ്സ് കുറച്ച് പൈസ കോൺട്രിബ്യൂട്ട് അല്ല, ഞാൻ ഈ ആരും പൈസ വാങ്ങിച്ചിട്ടില്ല. ഞാൻ ചെയ്ത എൻ്റെ പെൻഷൻ പൈസ എടുത്തും പിന്നെ ഇപ്പോഴും കഴിഞ്ഞ 5 വർഷവും ഞാൻ പ്രവർത്തിച്ച എൻ്റെ സ്വന്തം പൈസ ഞാൻ എഴുതാറുമുണ്ട്. ഞാനൊരു യോഗത്തിനും പെട്രോൾ പൈസ പോലും വാങ്ങല. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മെഡിക്കൽ കോളേജ്, സർക്കാർ മെഡിക്കൽ കോളേജിൽ വർഷം 700 രൂപ ഫീസിൽ മെറിറ്റ് സീറ്റിൽ പഠിച്ച ആളാണ് ഞാൻ. ഒരു വർഷം 700 രൂപ ഫീസേ കൊടുത്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് രാജേഷിന് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് ഉൾപ്പെടെയുള്ള ടാക്സ് പൈസയാണ്. അതെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കി, എന്നെ ഇപ്പോൾ ഒരു സാധാരണ വീട്ടുനിരുത്തിന് ഡോക്ടറാക്കിയത് നാട്ടുകാരുടെ പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൈസ വാങ്ങരുത്. അത് ഞാൻ ഡോക്ടറായിരുന്നപ്പോഴായിരുന്നു പൈസ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് അത് പോയി. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. അത് പ്രശ്നമാണ്. അത് ഈ വർഷവും ഇലക്ഷൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ പിന്മാറുന്നതിന് ഒരു ചെറിയ കാരണം അതും കൂടെയാണ്. കാരണം എൻ്റെ അങ്ങനെ ധനമില്ല. എൻ്റെ രാഷ്ട്രീയം ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ കയ്യിലെ പൈസ കൊണ്ടാണ്, വേറെ ആളുടെ പൈസ കൊണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അതൊരു റീസണാണ്. ഇപ്പോൾ ആരോഗ്യരംഗത്തെ നന്നായിട്ട് വീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ PK ശ്രീമതി, KK ശൈലജ എന്നീ 2 ആരോഗ്യമന്ത്രിമാരിവിടെ പ്രവർത്തിച്ചു. അവരെക്കുറിച്ചൊക്കെ നല്ല മതിപ്പോടുകൂടിയാണ് എതിർ രാഷ്ട്രീയക്കാർ പോലും പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഇപ്പോൾ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞ LDF ഗവൺമെൻറ്റിലെ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി വീണ ജോർജിനെതിരെ വളരെ നിശ്ചിത വിമർശനങ്ങളുണ്ടായി. വ്യക്തിപരമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ അവരുടെ പ്രവർത്തനത്തെ ഏത് രീതിയിലാണ് കണ്ടിരുന്നത്? മുൻപുണ്ടായിരുന്ന ആരോഗ്യമന്ത്രിമാരെക്കാൾ ഇവർക്ക് പരിചയക്കുറവുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലും പരിചയക്കുറവുണ്ടായിരുന്നു. പിന്നെ പരിചയക്കുറവ് വരുമ്പോൾ നമ്മൾ അധികം എഫേർട്ട് എടുത്ത് പഠിക്കണം. അത് ആ മാഡത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. വേറെ റീസൺസ് ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ഒരു ആരോഗ്യമന്ത്രിയുടെ പ്രസൻസ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ ലെഫ്റ്റ് ഗവൺമെൻറ് വരുമ്പോൾ ഉള്ള പെറ്റിപ്പോന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഔട്ട്സൈഡ് ദി ബോക്സ് തിങ്കിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഇടതു മുന്നണി ഭരിക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതുണ്ട്. ഈ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ അവർക്ക് പേടിയാണ്.
അല്ലെങ്കിൽ പാർട്ടിയുടെ നയപരിപാടികൾക്കനുസരിച്ച് സമ്മതിക്കില്ല. കോൺഗ്രസ് ഗവൺമെൻറ് വരുമ്പോഴത്തേക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ എളുപ്പത്തിൽ പരീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഒക്കെ ഈ പാർട്ടിയുടെ നിയന്ത്രണങ്ങളെ കുറച്ചൊക്കെ അവർക്ക് അതിജീവിക്കാൻ പറ്റുമായിരുന്നു. ഈ നമ്മുടെ വീണ മാഡത്തിന് അത് അത്രയും സീനിയർ അല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ പാർട്ടിയുടെ നിയോഗിച്ച പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെയാണ് ഭരിച്ചത്. അപ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമുണ്ടായി. വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. പിന്നെ ഈ എതിർക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് സൗഹൃദം നഷ്ടപ്പെട്ടു പോയത്. പക്ഷേ അവർ കഴിവുള്ളൊരു സ്ത്രീയായിരുന്നു. പക്ഷേ ആരോഗ്യം പോലത്തെ ഒരു വലിയ വകുപ്പിൽ മുൻ പരിചയം, രാഷ്ട്രീയത്തിലും പരിചയക്കുറവ്, ഭരണത്തിലും പരിചയക്കുറവ്, ആരോഗ്യരംഗത്ത് തീരെ പരിചയമില്ലായ്ക ബാധിച്ചിട്ടുണ്ട്. അത് വരാതിരിക്കേണ്ടതാണ്. മറ്റ് പല മന്ത്രിമാരെയും പോലെ അവരും അവരുടെ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൽ. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, വളരെ അരഗൻസ്, ഇതൊക്കെ. ഇപ്പോൾ അർഷീനയുടെ ഒരു സംഭവം തന്നെ. അർഷീന തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സത്യാഗ്രഹം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സത്യാഗ്രഹം ഇരുന്നു. ഈ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെ പലതവണ കണ്ടു. പക്ഷേ ഒരിക്കലും അവരെ ഒരു പേഷ്യൻ്റ് ഹിയറിങ് അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയില്ല. മറിച്ച് ഈ ഗവൺമെൻറ് വന്നപ്പോൾ 5 മിനിറ്റിനുള്ളിൽ നടത്തി. അങ്ങനെയുള്ള ഒരു വലിയ പാളിച്ചകൾ അവർക്ക് പല കാര്യങ്ങളും സംഭവിച്ചില്ലേ? ഞാൻ പൂർണ്ണമായിട്ട് അവരെയും കുറ്റപ്പെടുത്തില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശ്രീ കെ മുരളീധരൻ സീനിയർ ആൾക്ക് അദ്ദേഹം തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടി അതിൻ്റെ മുകളിൽ പാർട്ടി ഇടപെടും, പക്ഷേ ഇതുപോലത്തെ ഒരു കാര്യത്തിൽ ഇടപെടില്ല. മറ്റത് ഈ ഒരു ചെറിയ കാര്യത്തിൽ പോലും അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും പ്രൈവറ്റ് സെക്രട്ടറി കാണാൻ മന്ത്രി പറയാറുണ്ട്. സാധാരണ പ്രൈവറ്റ് സെക്രട്ടറി കണ്ടു കഴിയുമ്പോൾ അവരെല്ലാം പഠിച്ചിട്ട് മന്ത്രി ഒന്ന് കണ്ടേക്കാൻ തുടങ്ങി. തിരിച്ച് ഞങ്ങളുടെ പ്രൊഫസർമാരും ഒന്ന് പറയാറുണ്ട്. എല്ലാം സംസാരിച്ച് കഴിയുമ്പോൾ പറയും പ്രൈവറ്റ് സെക്രട്ടറി. അത് വ്യക്തിപരമായ മേഖലയിലേക്ക് പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു മന്ത്രിയേക്കാൾ വലിയ പ്രൈവറ്റ് സെക്രട്ടറിമാർ വരികയും അതും വലിയ വിഷയങ്ങൾ അറിയാത്തവരുമായിരുന്നു. ആരോഗ്യരംഗത്തെ പറ്റി വലിയ ബോധ്യമില്ലാത്തവരാണ്. ഇപ്പോൾ ഈ പാർട്ടിയുടെ ഇടപെടലുകളാണ്. പക്ഷേ പാർട്ടി മാത്രം തീരുമാനിച്ചു കഴിഞ്ഞാൽ മന്ത്രിക്ക് കഴിവില്ല. കഴിഞ്ഞ ഇടതുമുന്നണി മന്ത്രിസഭയിലും കഴിവുള്ള മന്ത്രിമാർ പോലും ശോഭിക്കാൻ പറ്റാതെ പോയത് അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. മന്ത്രിയെ വെച്ചിരിക്കുന്ന പൊസിഷൻ തന്നെ അതിനാണല്ലോ. അല്ലെങ്കിൽ കമ്പ്യൂട്ടറും സ്റ്റാഫും മതിയല്ല. ചില കാര്യങ്ങളിൽ മറ്റ് കാര്യങ്ങൾക്ക് മേളിലൊരു തീരുമാനം എടുക്കാൻ ഒരു അധികാരം സ്ഥാനമായിട്ടാണ് വെച്ചേക്കുന്നത് മന്ത്രി. അത് പറ്റാവുന്ന കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ശ്രീ കെ മുരളീധരൻ 5 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റും. അദ്ദേഹം എടുക്കാനുള്ള സ്വാതന്ത്ര്യം പാർട്ടി കൊടുത്തിട്ടുമുണ്ട്. ചെയ്ത അനാവശ്യമായി ചോദ്യം ചെയ്യുകയില്ല. അവിടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ല തീരുമാനിക്കുന്നത്, മന്ത്രി തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇത്തവണ മന്ത്രി പക്ഷേ ഒരു ആരോഗ്യ വിദഗ്ധനായിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റിനെയാണ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത്. അത് നല്ലൊരു തീരുമാനമാണ്. നല്ല തീരുമാനമാണ്. കാരണം ഇപ്പോൾ ഈ മെഡിക്കൽ രംഗത്ത് പ്രശ്നങ്ങൾ അറിയുന്ന ഒരാൾ വരുമ്പോഴത്തേക്ക് കാരണം ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യ വിഷയങ്ങളെല്ലാം ഒറ്റയടിക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ കൺസൾട്ട് ചെയ്യാനായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസമുള്ള ഒരാൾ, ഒരു ഡോക്ടറെ കിട്ടുന്നതല്ലാണ്. കൂടുതൽ പേര് വേണമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലത്തെ ആരോഗ്യവകുപ്പിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, പിന്നെ മറ്റ് വിവിധ മേഖലകളിലൊക്കെ പാരാമെഡിക്കൽ മേഖലയിലൊക്കെ ഉള്ളവർ, അങ്ങനത്തെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നതല്ലാണ്. കഴിഞ്ഞ മന്ത്രിക്ക് ഇല്ലാതെ പോയതും അതാണ്. പലപ്പോഴും ഈ പാർട്ടിക്കാർ മാത്രമായി പോവും. അപ്പോൾ ഈ വ്യത്യസ്ത മേഖലകളിൽ അനുഭവജ്ഞാനമുള്ളവരുടെ ഒരു ഗ്രൂപ്പ് ചുറ്റുമുണ്ടെങ്കിൽ എളുപ്പമാണ്. മന്ത്രിക്ക് ഇതെല്ലാം കൂടെ പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നല്ല കാര്യമാണ്. ഇപ്പോൾ കെ മുരളീധരനിൽ താങ്കൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം വളരെ സീനിയർ ലീഡറാണ്. പൊളിറ്റിക്കലി വലിയ സ്വാധീനമുള്ള ആളാണ്, അനുഭവജ്ഞാനമുള്ള ആളാണ്, പാർലമെൻ്ററി എക്സ്പീരിയൻസ് കൂടുതലുള്ള ആളാണ്. MP ആയിരുന്നു, MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. പിന്നെ അപ്പോൾ എല്ലാം കൊണ്ടും KPCയുടെ പ്രസിഡൻ്റായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളെന്നുള്ളതിലേക്ക് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിൽ വന്നിറയുകയാണ്. അപ്പോൾ ഒരു പുതിയ ജൂനിയർ മന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നാമത് കാര്യങ്ങൾ അറിയാം, രണ്ടാമത് തീരുമാനങ്ങളുടെ പ്രത്യാഘാതങ്ങളെപ്പറ്റി ഓർമ്മയുള്ള ഒരാളുമാണ്, അനുഭവമുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ആവശ്യം അതായിരുന്നു, ഒരു സീനിയർ മന്ത്രി ആരോഗ്യരംഗത്ത് പറയുന്നത്. ഏത് നാട്ടിൽ ചെന്നാലും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു ആരോഗ്യ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യും. പലപ്പോഴും നമ്മുടെ 1-ാം നമ്പർ കേരളത്തിൽ സംഭവിക്കാതെ പോയാൽ നമുക്ക് വിഷമം തോന്നുമായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു സീനിയർ മന്ത്രി തന്നെ ആരോഗ്യം കൈകാര്യം ചെയ്യണമെന്ന്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ലോകം മറ്റൊരു മാരക വൈറസിൻ്റെ ഭീഷണിയിലാണ്, എബോള വൈറസ്. അതിപ്പം ദക്ഷിണാഫ്രിക്കയിലാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു തുടക്കം. അത് പക്ഷേ ഇന്ത്യയിലേക്ക് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികളും ഒക്കെ വിദേശ യാത്രകൾ നടത്തുന്നവർ എത്രമാത്രമുണ്ട് ഇതിൻ്റെ ഒരു അപകട ഭീഷണി? ഇത് ഇന്ത്യയിൽ ഇതുവരെ അങ്ങനെ നമുക്ക് ഉറപ്പായൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നേരത്തെയും. പക്ഷേ ഈ അപകട സാധ്യത നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പലപ്പോഴും ഈ രോഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണ്, പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ. അന്ന് കോവിഡ് വന്നപ്പോഴും കേരളത്തിൽ വരില്ല, നിപ്പ ഓടിച്ചു വരാൻ നമ്മൾ പറഞ്ഞു. നമ്മൾ നെട്ടോട്ട് ഓടിപ്പോയി. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ആഫ്രിക്കൻ പ്രദേശങ്ങളാണ് ഇത് കാണുന്നതെങ്കിലും
അവിടേക്കുള്ള യാത്രകൾ പല ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർ ഉള്ളതുകൊണ്ട് കേരളത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഓൾറെഡി മന്ത്രി റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ മീറ്റിംഗൊക്കെ വിളിച്ചു, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, എയർപോർട്ടുകളിൽ സർവൈലൻസ് ശക്തമാക്കണം. അതൊക്കെയാണ് ലോകാരോഗ്യ സംഘടനയും പറഞ്ഞത്. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ രോഗം സംശയിക്കണം. ഇപ്പം നിപ്പ വന്നപ്പോഴും ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറിന് സംശയം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ആരും ആലോചിക്കില്ലായിരുന്നത്. അപ്പോൾ അതുപോലെ അതിന് അത്രയും പ്രഗത്ഭരായ ഡോക്ടർമാർ കേരളത്തിലുണ്ട്, സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ അലേർട്ടായിരിക്കണം. അഥവാ ഒരാൾക്ക് രോഗലക്ഷണ സംശയം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനം, ഇതെല്ലാം WHO ഗൈഡ് ലൈൻ അനുസരിച്ച് തന്നെ കേരള ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. നമ്മൾ ജാഗരൂകരായിരിക്കണം. ഇതിൻ്റെ ലക്ഷണം എങ്ങനെ ആയിരിക്കും? നമ്മുടെ ഈ പനി, തലവേദന, വിറയിൽ, ഈ ഛർദി, ഇതുപോലെ നമ്മൾ വൈറൽ രോഗമാണല്ലോ, അതൊക്കെ വന്നിട്ട് ഈ അവസാനത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് ശരീരത്തിൽ ബ്ലീഡിങ്, വായിലൂടെ രക്തം, മോണയിലൂടെ രക്തം വരിക, ഇൻറ്റേർണൽ ബ്ലീഡിങ്, അതൊക്കെ ഉണ്ടാകും. കോവിഡിനേക്കാളെ മരണ നിരക്ക് കൂടുതലുള്ള 25 to 80% പറയുന്നത്. എന്ന് പറഞ്ഞാൽ 80% വരെ മരിക്കും. മരണസാധ്യത വളരെ കൂടുതലുള്ളൊരു രോഗമാണ്. പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്ത് നമുക്ക് അടിയന്തരമായിട്ട് കെയർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വലിയ ഇതാണ്. പിന്നെ പകർച്ച ഒരു വ്യാധിയും കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അമേരിക്കൻ സഹായമൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ചേരുന്നത്. ഇത്തരം അസുഖം വന്നു കഴിഞ്ഞാൽ ആഫ്രിക്കയെ തന്നെ കണ്ടുപിടിച്ചിട്ട് അമേരിക്ക എത്തിപ്പെടാതിരിക്കാനും ഒട്ടൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അമേരിക്ക നേരത്തെ പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തത്. കാരണം രോഗത്തിന് ഈ അതിർത്തികളില്ലല്ലോ, ദേശാതിർത്തികളില്ലല്ലോ പകർച്ചവ്യാധികൾക്ക്. അപ്പോൾ നമ്മൾ അതേ ശ്രദ്ധ തന്നെ നമ്മളും വേണം. വന്നാൽ മാരക രോഗമാണ്, വരാതിരിക്കാനുള്ള പ്രത്യേകിച്ച് എയർപോർട്ട് സർവൈലൻസ്. പിന്നെ നമ്മൾ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകണം. ഇപ്പോൾ പാസ്പോർട്ടൊക്കെ നോക്കി ഇപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ പോലും നമ്മൾ സ്വമേധയാ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പും വേണം. പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നതോട് വളരെ മര്യാദയ്ക്ക് പെരുമാറുകയും വേണം. കോവിഡ് വന്നപ്പോഴത്തേക്ക് ഇറ്റലിയിൽ നിന്ന് വന്നവരെ കൂടെ ഓട്ടിച്ചിട്ട് പിടിക്കാനും അവർ റൂട്ട് മാപ്പ് പറയാം, അതൊക്കെ മനുഷ്യരെ ഭയപ്പെടുത്തി കളയും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് പോലീസിങ് അല്ല വേണ്ടത്. അസുഖം വരുന്ന ആർക്ക് വന്നാലും നമ്മൾ തന്നെയാണ് അവനും. ആ രീതിയിൽ അവനോട് വളരെ സൗമ്യമായും മര്യാദയ്ക്കും പെരുമാറണം. എയർപോർട്ടിലൊക്കെ ഈ പോലീസ് പിടിക്കാൻ നിൽക്കാണ്ട് കഴിഞ്ഞാൽ ആൾ മുങ്ങിപ്പോവും. ഉള്ള രഹസ്യം കൂടെ പറയാതിരിക്കും, അല്ലെങ്കിൽ ഉള്ള കാര്യം പറയാതിരിക്കും. അത് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധ വേണം. രോഗം എന്ന് പറയുന്നത് കുറ്റമല്ല, കുറ്റവാളിയെ കാണരുത്. അവന് കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എയർപോർട്ടിലായാലും ഡോക്ടറെടുത്തായാലും കൊടുക്കണം. രോഗി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ യാത്ര ആഫ്രിക്കയിലെ പ്രദേശങ്ങളിൽ പോയിട്ട് വന്ന ആളാണ്, നമ്മൾ ഉത്തരവാദിത്തം കാണണം. കാരണം നമ്മുടെ കുടുംബാംഗങ്ങളും മറ്റുള്ളവരും സമൂഹത്തെ പറ്റി ഉത്തരവാദിത്തം നമുക്കും വേണം. അങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് പനി ലക്ഷക്കണക്കിന് ആൾക്കാർ പനി ബാധിതരായിട്ട് കേരളത്തിലെ വിവിധ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. ഈ ഒരു കാലാവസ്ഥ ഒരു ഘടകമാണെങ്കിലും കേരളത്തിൽ പൊതുവെ ആൾക്കാർക്ക്, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം, ഒരുപാട് ഈ രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. എന്ത് പറയുന്നു? ഈ കോവിഡിൻ്റെ ശേഷം ഉള്ളതിനെപ്പറ്റി ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ട് പ്രശ്നം വരുന്നത് എന്ത് വന്നാലും ഇപ്പോൾ കോവിഡ് കാരണം എന്ന് പറയും. അങ്ങനെയല്ല. പക്ഷെ എന്നാൽ കോവിഡ് കാരണം ചില ഈ കമ്മ്യൂണിക്കബിൾ അല്ലാത്ത രോഗങ്ങളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറ്റിപ്പോണെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും ഈ ഡേറ്റ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായി സ്ഥാപിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഈ ഗവൺമെൻറ്റിനോടും നമ്മളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്, കുറച്ച് ഡേറ്റ ട്രാൻസ്പാരൻസി വേണം. ഗവേഷണം നടക്കണം. ഗവേഷണം നടന്നില്ലെങ്കിൽ, ഗവേഷണം നടക്കുമ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ് കുറച്ച് ക്ഷീണം വരും. പക്ഷെ അത് നമ്മൾ ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ ജനത്തിന് മൊത്തത്തിൽ ക്ഷീണം വരും. അപ്പോൾ ഡേറ്റയിൽ ട്രാൻസ്പാരൻ്റ് ആയിരിക്കും. നമുക്ക് പ്രശ്നം പറ്റിയ പറഞ്ഞാലല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം അത് ഒഴിവാക്കാനും പറ്റുള്ളൂ, പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. അതുണ്ട്. രണ്ടാമത് ഈ കോവിഡ് പോലുള്ള രോഗങ്ങൾ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കണം. നമ്മളിപ്പോൾ ഡിസീസ് ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. WHO തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സാംക്രമിക രോഗങ്ങളോ മറ്റു രോഗങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത നമ്മൾ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം. കേരളത്തിൻ്റെ കാലാവസ്ഥയും നമ്മുടെ ഹ്യൂമിഡിറ്റിയൊക്കെ ചില രോഗങ്ങൾ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. ആലോചിച്ച് നോക്കണം, 44 നദിയും 34 കായലും ലക്ഷക്കണക്കിന് കിണറുമുള്ള ശുദ്ധജലം ലഭ്യമായിട്ടുള്ള കേരളത്തിൽ കഴിഞ്ഞ വർഷം 5 ലക്ഷം പേർക്ക് വയറിളക്ക രോഗം വന്നു. വയറിളക്ക രോഗം വരുന്നത് വൃത്തിഹീനമായ വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ശുചിത്വം പോലത്തെ കാര്യങ്ങൾ നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ പലപ്പോഴും നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടി വരും. ആളുകൾ കൈ കൊണ്ടാണ് ഭക്ഷണം എടുക്കുന്നത്. ഞാൻ പറയും ചെയ്യരുതെന്ന് പറയും. ആ പറയുമ്പോൾ നമ്മുടെ ദേഷ്യം വരും. കാരണം ഈ നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം ഭാഗത്ത് നമ്മുടെ കൈ പോകുന്നുണ്ട്. അപ്പോൾ വിരലുകളിലൂടെയാണ് പലപ്പോഴും ഈ അമീബിക് വയറിളക്കവും അതുപോലെയൊക്കെ വരുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കോമൺ ആണ്. അപ്പോൾ അവിടെ പോലും ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം വിളമ്പുന്ന ആൾ എന്തെങ്കിലും അവരുടെ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ച് വിളമ്പുന്ന രീതി തിരുവനന്തപുരം നഗരത്തിൽ പോലും ഇല്ല. അപ്പോൾ ഇതൊക്കെ വയറിളക്ക രോഗങ്ങൾ പോലത്തെ രോഗങ്ങൾ കാരണം. അപ്പോൾ ശുചിത്വത്തിൽ നമ്മൾ പുറകോട്ട് പോകേണ്ട കാര്യങ്ങളുണ്ട്, ശുദ്ധജലം ലഭ്യമാക്കുന്നതൊക്കെ. ഇപ്പോൾ കേരള ഗവൺമെൻറ് ആരോഗ്യ വകുപ്പ് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ബജറ്റ് വരിക, അതിൽ നീക്കിയിരിപ്പ് കൂടണം.
5% അതിലേക്ക് മേളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. രണ്ടാമത്, മുഴുവൻ പേരോടും പറയേണ്ടത് ആശുപത്രികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പേഷ്യൻ്റ് സെൻട്രിക്കാണ്, പീപ്പിൾ സെൻട്രിക്കാണ്. ഡോക്ടറിൻ്റെയും നഴ്സിൻ്റെയും ഒന്നും സ്ഥാപനമല്ല ആശുപത്രി. ജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കിട്ടാൻ ആശുപത്രി കഴിയുമ്പോഴാണ് ആശുപത്രി വിജയമാകുന്നത്. അല്ല അവിടെ കെട്ടിടങ്ങൾ വലുതാക്കുന്നതുകൊണ്ടും അങ്ങനെയല്ല. അപ്പോൾ പേഷ്യൻ്റ് സെൻറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച്. പിന്നെ ആൾക്ക് അടിയന്തര ചികിത്സ കൊടുത്തിരിക്കണം. ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആശുപത്രി മുന്നിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് പറഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. താലൂക്ക് ആശുപത്രിയുടെ അടുത്തെവിടെയെങ്കിലേക്ക് ആ താലൂക്ക് ആശുപത്രി പോയാലും അവൻ്റെ ഹാർട്ട് അറ്റാക്ക് പരിഹരിക്കപ്പെടണം. അടിയന്തര ചികിത്സ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ആരോഗ്യവകുപ്പിന് ചിത്തപ്പേരും വരുന്നത്. കരുനാഗപ്പള്ളിക്കാരൻ തിരുവനന്തപുരം വരെ വണ്ടിയിൽ വരേണ്ടി വരുന്നത്. അപ്പോൾ അടിയന്തര ചികിത്സയിൽ ശ്രദ്ധ വേണം. ഇതാണ് ഇപ്പോൾ പണത്തിൻ്റെ കൃത്യമായി നമുക്ക് പണം വേണേന് ബജറ്റ് നീക്കി വയ്ക്കണം. എക്സ്ട്രാ ബജറ്ററി മാർഗ്ഗങ്ങൾ നമ്മൾ തേടിയേ പറ്റൂ. പിന്നെ പേഷ്യൻ്റ് സെൻട്രിക്കാണ്, രോഗിയാണ് പ്രധാനി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലല്ല പ്രധാനി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഏറ്റവും പുറത്ത് വന്ന് നിൽക്കുന്ന രോഗിയാണ്. അവൻ കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ടുള്ളൂ. അവർ സെൻട്രിക്കായിരിക്കണം. പിന്നെ അടിയന്തര ചികിത്സ 24 മണിക്കൂറും കൊടുക്കാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികൾ സജ്ജീകരിക്കപ്പെടണം. അപ്പോൾ താങ്കളുടെ സേവനം കേരളത്തിന് കൂടുതൽ പ്രയോജനപ്പെടട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.